ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1 മെയിൽ നടന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കേട്ടറ്റ് എക്സാം. അതിൻ്റെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് പോർഷനിലെ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. മാത്സ്, പെഡഗോജി, EVS എല്ലാം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനാണ് ഇംഗ്ലീഷ് വരുന്നത്. ഓക്കെ, അത് കാണാത്തവർ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അതുകൂടി കണ്ടോളൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഡാഷ് ഹാവിങ് സോ മച്ച് എക്സ്പീരിയൻസ് ഹി ഫെയിൽഡ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഇവിടെ മാർക്ക് ചെയ്തത് നിങ്ങൾ നോക്കണ്ട, ഇത് ഏതോ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആ കുട്ടി മാർക്ക് ചെയ്തതാണ്, ശരിയാവണമെന്നില്ല. ഓപ്ഷൻസ് സിൻസ്, ആൾദോ, ഡെസ്പൈറ്റ്, ബിക്കോസ്. നിങ്ങൾ കൂടി സ്വന്തം രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റ് ഹാവിങ് സോ മച്ച് എക്സ്പീരിയൻസ് ഹി ഫെയിൽഡ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, സിൻസ് എന്തായാലും വരില്ല. സിൻസ് വരണമെങ്കിൽ ഇവിടെ ഒരു ടൈം എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതില്ല, അപ്പോൾ സിൻസ് വരില്ല. പിന്നെ ബിക്കോസ് എന്തായാലും വരില്ല, കാരണം കൊണ്ട് എന്നൊരു മീനിങ് ആണല്ലോ ബിക്കോസ്. ഇവിടെ വേണ്ടത് എന്നിരുന്നാലും എന്നൊരു അർത്ഥമാണ് നമുക്കിവിടെ വേണ്ടത്. എന്നിരുന്നാലും എക്സ്പീരിയൻസ് ഉണ്ടായി എന്നിട്ട് പോലും ആ ഒരു സിറ്റുവേഷനിൽ ഫെയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയം വരാവുന്ന രണ്ട് വാക്കുകൾ ഓൾദോയും ഡെസ്പൈറ്റുമാണ്. ഇത് നോക്കൂ, ഡെസ്പൈറ്റും ആൾദോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡെസ്പൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതൊരു പ്രിപ്പോസിഷനാണ് ഡെസ്പൈറ്റ്, ഫോളോഡ് ബൈ എ നൗൺ ഓർ പ്രൊനൗൺ, കാൺ ലിങ്ക് ക്ലോസസ്. രണ്ട് ക്ലോസുകളെ തമ്മിൽ, ഒരു ഇഫ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ രണ്ട് ക്ലോസുകൾ ഉണ്ടാവും, അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നമുക്ക് ഡെസ്പൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആൾദോ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ എക്സാമ്പിൾസ് നോക്കൂ. ഇവിടെ നോക്കൂ, ഡെസ്പൈറ്റ് ദ ബാഡ് വെദർ വി എൻജോയ്ഡ് അവർ സെൽസ്. ഇവിടെ നോക്കൂ, ഇവിടെ വരുന്നത് ഡെസ്പൈറ്റ് കഴിഞ്ഞിട്ട് ദ ബാഡ് വെദർ, അപ്പോൾ അവിടെ ഒരു നൗണാണ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ചില സമയത്ത് പ്രൊനൗൺ വരാം. പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഹീ, ഷീ, ഇറ്റ്, നെയിം അങ്ങനെ എന്തെങ്കിലും വരുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്പൈറ്റ് വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നൗണോ പ്രൊനൗണോ ഉണ്ടാവാം. അത് കഴിഞ്ഞ് എന്തായാലും ഒരു ക്ലോസ് ഉണ്ടാവില്ല, അതായത് ഒരു സെൻറ്റൻസ് ഉണ്ടാവില്ല. ഇനി ഓൾദോയുടെ എക്സാമ്പിൾ നോക്കൂ, ദേ ആർ ജനറസ് ഓൾദോ ദേ ആർ പുവർ. ഈ ഓൾദോ കഴിഞ്ഞിട്ട് നോക്കൂ, ഇവിടെ ഒരു ക്ലോസ് കിടക്കുന്നുണ്ട്, ദേ ആർ പുവർ, ഒരു സെൻറ്റൻസ് പോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അടുത്ത് നോക്കൂ, ഓൾദോ ഷീ ഈസ് യങ് ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്. ഓൾദോ ഷീ ഈസ് യങ്, അവിടെ ഒരു ക്ലോസ് വരുന്നുണ്ട്. അടുത്ത് നോക്കൂ, ഓൾദോ ഹി വാസ് ഇൽ, അവിടെ ഒരു ക്ലോസ് വരുന്നുണ്ട്. ഓൾദോ ഷീ ഓഫൺ ഡിസഗ്രീഡ് വിത്ത് മീ. നോക്കൂ ഈ എക്സാമ്പിൾ, ഓൾദോ ഷീ ഓഫൺ ഡിസഗ്രീഡ് വിത്ത് മീ, അവിടെയൊക്കെ ഓരോ ക്ലോസ് വരുന്നുണ്ട്. അതേസമയം ഡെസ്പൈറ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ, ഡെസ്പൈറ്റ് ദ ക്രിസ്മസ്, അത്രയേ ഉള്ളൂ. അതായത് അവിടെ ഒരു നൗണാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. 122ാമത്തെ ചോദ്യം, ഷീ വാസ് ഡാഷ് വിത്ത് ദിസ് റൂഡ് ബിഹേവിയർ. ഓപ്ഷൻസ് നോക്കൂ, ഇംപ്രസ്ഡ്, അമ്യൂസ്ഡ്, അനോയ്ഡ്, സാറ്റിസ്ഫൈഡ്. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഇംപ്രസ്ഡ് എന്തായാലും വരില്ല, കാരണം ഒരാളുടെ റൂഡ് ബിഹേവിയറിൽ ആരെങ്കിലും ഇംപ്രസ്ഡ് ആവുമോ? പരിവരിക്കൻ സ്വഭാവത്തിൽ ഇംപ്രസ്ഡ് ആവില്ല. അതുപോലെ അമ്യൂസ്ഡും ആവില്ല, സാറ്റിസ്ഫൈഡും ആവില്ല. എന്തായിരിക്കും? അനോയ്ഡാണ്. ഇത്തരം സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആകെ ഇറിറ്റേറ്റഡ് ആവുക ചെയ്യും. അപ്പോൾ അനോയ്ഡ്, ഷീ വാസ് അനോയ്ഡ് വിത്ത് ഹിസ് റൂഡ് ബിഹേവിയർ. 123, ദ പ്രിൻസിപ്പൽ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ സ്കൂൾ ഡാഷ് 2005. എന്തായിരിക്കും? ഇവിടെ ഒരു ടൈം എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്, ദ പ്രിൻസിപ്പൽ, അതുപോലെ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ സ്കൂൾ. ഏതായിരിക്കും? സിൻസ്, ഫോർ, ഇൻ, ബൈ. ഉത്തരം വരുന്നത് സിൻസ് ആണ്. ദ പ്രിൻസിപ്പൽ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ സ്കൂൾ സിൻസ് 2005. ഇവിടെ സംശയം വരുന്ന രണ്ട് വാക്കുകളാണ് സിൻസും ഫോറും. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്ന സമയത്ത് മിക്കപ്പോഴും സിൻസോ ഫോറോ അവിടെ ഉണ്ടാവാം. അപ്പോൾ സിൻസ് ആണോ ഫോറാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സിൻസ് ആണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായൊരു ടൈം അവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഫോറാണെങ്കിൽ അത്ര തന്നെ കൃത്യമല്ലാത്ത ടൈം ആയിരിക്കും തന്നിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. ഇവിടെ നോക്കൂ, സിൻസ് ആവുമ്പോൾ എവിടേക്കാണ് സിൻസ് ഉപയോഗിക്കുന്നത് നോക്കൂ. ഈ എക്സാമ്പിളിൽ
സിൻസ് 8 o'clock, സിൻസ് മൺഡേ, സിൻസ് ഫെബ്രുവരി, സിൻസ് 1982, സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ, സിൻസ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് സെഞ്ച്വറി. ഇങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായ ഒരു കറക്റ്റ് ഒരു പോയിൻ്റ്, ഒരു ടൈം പോയിൻ്റ് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ഉപയോഗിക്കുക. എന്നാൽ 4 ആണെങ്കിലോ, for 10 minutes, for 8 hours, for 5 days, 6 months, 3 years, 2 centuries. അങ്ങനെ കറക്റ്റ് ടൈം പോയിൻ്റ് പറയുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് 4 ഉപയോഗിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തുള്ളത് നോക്കൂ. ഇവിടെ അതാ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ജപ്പാൻ സിൻസ് 2012. 2012 മുതൽ ഞാൻ ജപ്പാനിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കൂ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ജപ്പാൻ ഫോർ 4 years. 4 വർഷമായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് ആ ഒരു ഇയറോ അല്ലെങ്കിൽ ആ ദിവസമോ മാസമോ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ സിൻസ് ഉപയോഗിക്കും. എന്നാൽ ആ ഒരു ഇത്ര വർഷത്തോളമായി ഞാൻ ജീവിക്കുന്നു അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവിടെ 4 ഉപയോഗിക്കും. ഈ എക്സാമ്പിൾസ് നേരത്തെ തന്നുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, 4ഉം സിൻസും ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ്. 124. മൈ ഗ്രാൻഡ് മദർ ടോൾഡ് മീ എ സ്റ്റോറി അബൌട്ട് എ ഡ്രാഗൺ. വാട്ട് കൈൻഡ് ഓഫ് തിങ് ഈസ് എ ഡ്രാഗൺ ഇൻ ദ സ്റ്റോറി? ഓപ്ഷൻസ്: ഇമാജിനറി, ഇമാജിനബിൾ, ഇമാജിനേറ്റീവ്, ഇമാജിൻഡ്. ഉത്തരം ഏതാണ്? ഇമാജിനറി തന്നെയാണ്. മൈ ഗ്രാൻഡ് മദർ ടോൾഡ് മീ എ സ്റ്റോറി അബൌട്ട് എ ഡ്രാഗൺ. ഇറ്റ് വാസ് ആൻ ഇമാജിനറി സ്റ്റോറി. സോ ദ ആൻസർ ഈസ് ഇമാജിനറി. 125. Identify the sentence that is correct. A. I have met him yesterday. I met him yesterday. I meet him yesterday. I have been met him yesterday. ഒരു ടെൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക? ഇത് പാസ്റ്റ് ടെൻസാണ്, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഹാവ് വരില്ല. ഹാവ് എപ്പോഴാണ് ഉപയോഗിക്കുക? പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക. പിന്നെ ആദ്യം നമ്മൾ ഈ മീറ്റിൻ്റെ 3 ഫോംസ് അറിഞ്ഞിരിക്കണം. മീറ്റ്, മെറ്റ്, മെറ്റ് എന്നാണ് വരുന്നത്. മീറ്റ്, മെറ്റ്, മെറ്റ്. V1, V2, V3 ഫോംസാണ് മീറ്റ്, മെറ്റ്, മെറ്റ്. അപ്പോൾ ഐ ഹാവ് മെറ്റ് എന്തായാലും അപ്പോൾ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, അത് അവിടെ നിൽക്കട്ടെ. ഐ മീറ്റ് ഹിം യെസ്റ്റർഡേ. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? V1 ഫോം അല്ലേ? V1 എന്ന് പറയുമ്പോൾ പ്രസൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതും തെറ്റാണ്. ഐ ഹാവ് ബീൻ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഹാവും ബീനൊന്നും വരില്ല. അപ്പോൾ അതും തെറ്റാണ്. അതായത് അത് പ്രസൻറ്റിൽ വരുന്നതാണ് ഈ ഹാവ് ഒക്കെ. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. മെറ്റ് എന്ന് പറയുമ്പോൾ V2 ഫോമാണ്. അപ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റ് ഫോമിൽ കിടക്കുന്ന ഒരു സെൻറ്റൻസ് ആണത്. ജസ്റ്റ് ബേസിക്കായിട്ട് വെർബിനെ കുറിച്ച്, ടെൻസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരമാണത്. ടെൻസിൻ്റെ ആ 3 ഫോംസും പഠിച്ചിരിക്കുക. 126. യു കനോട്ട് ബോർഡ് ദ ഫ്ലൈറ്റ് ഡാഷ് യു ഹാവ് എ വാലിഡ് ബോർഡിംഗ് പാസ്. ഓപ്ഷൻസ് വരുന്നത് അൺലെസ്, അതർവൈസ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്. ഇവിടെ യു കനോട്ട് ബോർഡ് ദ ഫ്ലൈറ്റ് ഡാഷ് യു ഹാവ് വാലിഡ് ബോർഡിംഗ് പാസ്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് നോട്ട് എന്ന മീനിങ് വരുന്ന ഒരു വേർഡായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇഫ് നോട്ട് അല്ലേ? ആ ഒരു കണക്റ്റിംഗ് വേർഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉത്തരം ഏതാണ്? അൺലെസ്. യു കനോട്ട് ബോർഡ് ദ ഫ്ലൈറ്റ് അൺലെസ് യു ഹാവ് എ വാലിഡ് ബോർഡിംഗ് പാസ്. ബാക്കിയുള്ള 3ഉം ഇവിടെ യോജിച്ചു പോവില്ല. 127. ഇഫ് യു ആസ്ക് പൊളൈറ്റ്ലി ഡാഷ്. ഓപ്ഷൻസ്: ഹീ വിൽ ഹെൽപ്പ് യു, ഹീ വുഡ് ഹെൽപ്പ് യു, ഹീ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഹീ ഹെൽപ്സ് യു. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്ലോസുകളാണ് ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാവുക. ആദ്യത്തെ ഭാഗത്ത് ഇഫ് ക്ലോസ് എന്ന് പറയും, ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് പറയുക. ഈ ആദ്യത്തെ ഭാഗത്തെ ടെൻസ് ഏതാണോ എന്ന് നോക്കിയിട്ടാണ് ഇപ്പുറത്തെ ഭാഗത്തെ ടെൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇവിടെ നോക്കൂ, ഏത് ടെൻസാണ് ആദ്യത്തെ ഭാഗത്ത് കിടക്കുന്നത്? ഇഫ് യു ആസ്ക് പൊളൈറ്റ്ലി, ആസ്ക് എന്ന് വരുമ്പോൾ ഏതാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ ഭാഗത്ത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇപ്പുറത്ത് എന്തായിരിക്കും വരേണ്ടത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഹീ വിൽ ഹെൽപ്പ് യു. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് വന്നു. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും എന്താ വരിക? ഹീ വിൽ ഹെൽപ്പ് യു എന്നുള്ളതാണ് വരിക. ഇനി നോക്കൂ, ഇഫ് യു ആസ്ക്ഡ് പൊളൈറ്റ്ലി, അപ്പോൾ ആസ്ക്ഡ് പാസ്റ്റിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ ഉത്തരം ഇതായിരിക്കും, ഹീ വുഡ് ഹെൽപ്പ് യു. നോക്കൂ വ്യത്യാസം നോക്കൂ.
സിമ്പിൾ പ്രസൻറ്റിൽ വന്നപ്പോൾ വിൽ ഹെൽപ്പ് യു എന്ന് വന്നു. ഇനി പാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ഹെൽപ്പ് യു എന്ന് വന്നു. ഇനി അതല്ല പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് പൊളൈറ്റ്ലി എന്ന് വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇതായിരിക്കും ഉത്തരം. തൽക്കാലം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലാക്കുക. വേറെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ബേസിക്കായിട്ട് ഈ 3 സിറ്റുവേഷൻസാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ കണ്ടീഷൻ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ആദ്യത്തെ ഭാഗം ആ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇഫ് ഇറ്റ് റെയിൻസ് എന്താണ് വേണ്ടത്? ഇപ്പുറത്തെ ഭാഗത്ത് വില്ല് അല്ലെങ്കിൽ വോണ്ട് നിങ്ങളിപ്പോൾ നോക്കണ്ട, ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ വില്ല് നോക്കിയാൽ മതി. വില്ല് പ്ലസ് വെർബ്. ഹി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. ഇഫ് ഇറ്റ് റെയിൻസ് ഹി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. ഓക്കെ, അടുത്ത ടൈപ്പ് നോക്കൂ, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണ് സെൻറ്റൻസെങ്കിൽ ഇഫ് ഐ വിൻ വൺ അതാണ് വിന്നിൻ്റെ 3 രൂപ. അപ്പോൾ 1 ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ എ ലോട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, വുഡാണ് വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് വെർബിൻ്റെ ആ ബേസിക് ഫോം. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ്. സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ മനസ്സിലാക്കാം? ഹാഡ് ഉണ്ട്, ഹാഡ് പ്ലസ് V3 അതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഇപ്പുറത്ത് എന്താ വരിക? മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് V3 ഫോമിനെയാണ്. യു വുഡ് ഹാവ് പാസ്ഡ്. ഇപ്പോൾ പാസ് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ്. മനസ്സിലായോ? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഇതാണ് 3 ഫോംസ്. അപ്പോൾ ആദ്യത്തെ ഫോം എങ്ങനെയാണോ, ആദ്യത്തെ ഭാഗം ഇഫ് ക്ലോസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ മെയിൻ ക്ലോസ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. എളുപ്പമാണ്, മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു പേനയും പേപ്പർ എടുത്ത് ബുക്കിൽ എഴുതി വെച്ചാൽ മതി. 3 ഫോംസ്: സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ വില്ല് പ്ലസ് വെർബ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ വുഡ് പ്ലസ് വെർബ്. പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോമുല കിടക്കണമെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. 128. ഐ കൺഗ്രാറ്റുലേറ്റ് യു ഡാഷ് യുവർ സക്സസ്. I congratulate you dash your success. Options for, on, in, towards. ഇതിൻ്റെ ഉത്തരം എന്താണ്? കൺഗ്രാജുലേറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് ഓൺ. കൺഗ്രാജുലേറ്റ് ഓൺ. ഇത് പ്രിപ്പോസിഷൻസ് ആണ്. ഇത് നമ്മളൊരു പ്രാസം നോക്കി കൺഗ്രാജുലേറ്റ് ഓൺ നല്ല മാച്ചിങ് ആയി പോകുന്നുണ്ടല്ലോ അങ്ങനെ നോക്കി കണ്ടുപിടിക്കേണ്ടതല്ല. ഓരോരോ വേർഡ്സിനും അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന പ്രിപ്പോസിഷൻ എന്താണ് എന്നുള്ള ഓരോ റൂൾസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കണം. ഒരുപാട് വാക്കുകളുണ്ട്, അതിന് മാച്ചിങ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസും ഉണ്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾസ് നോക്കൂ. ഓഫ് വരുന്ന ഏതൊക്കെ? മെമ്മറി ഓഫ്, മെത്തേഡ് ഓഫ്, കോസ് ഓഫ്, ഹാബിറ്റ് ഓഫ്, നോളജ് ഓഫ്. ഫോർ ആണെങ്കിൽ ബിഡ് ഫോർ, സെർച്ച് ഫോർ, ചെക്ക് ഫോർ, ക്യൂർ ഫോർ, ക്രെഡിറ്റ് ഫോർ, അപ്രൂവൽ ഫോർ. പിന്നെ ടു വരുന്നത് ഡാമേജ് ടു, സൊല്യൂഷൻ ടു, ആക്സസ് ടു, റെലവൻസ് ടു, ട്രാൻസിഷൻ ടു, വിസിറ്റ് ടു, അങ്ങനെ ഒരുപാട് വാക്കുകൾ. ഇന്നാണെങ്കിൽ ബിലീഫ് ഇൻ, ഡിലേ ഇൻ, എക്സ്പീരിയൻസ് ഇൻ, റൈസ് ഇൻ, പ്ലേസ് ഇൻ, ഡിഫിക്കൽട്ടി ഇൻ, fall in, എ ഡിക്രീസ് ഇൻ, സക്സസ് ഇൻ. അറ്റ് വരുന്നത് അറ്റംപ്റ്റ് അറ്റ്, പോയിൻ്റ് അറ്റ്, ആങ്കർ അറ്റ്, ഏജ് അറ്റ്. വിത്ത് ആണെങ്കിൽ ലിങ്ക് വിത്ത്, ഡീലിങ്സ് വിത്ത്, കൺസേൺ വിത്ത്, ക്വാറൽ വിത്ത്. ഇപ്പോൾ ഇത് മാത്രമൊന്നല്ല, ഇനി ഒരുപാട് വാക്കുകൾ, ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. അതിങ്ങനെ കുറേ തവണ വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വാക്കിൻ്റെ കൂടെ എന്നെ പ്രിപ്പോസിഷൻ ചേർന്ന് പോകുന്നു മനസ്സിലാവും. 129. ഷീ വാസ് കുക്കിംഗ് വെൻ ഐ റീച്ച്ഡ് ഹോം. വാട്ട് വാസ് ഷീ ഡൂയിങ് വെൻ ഹി റീച്ച്ഡ് ഹോം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു LKG ലെവൽ ക്വസ്റ്റ്യൻ. ഷീ വാസ് കുക്കിംഗ് വെൻ ഐ റീച്ച്ഡ് ഹോം. വാട്ട് വാസ് ഷീ ഡൂയിങ് വെൻ ഐ റീച്ച്ഡ് ഹോം? ഓപ്ഷൻസ് ഷീ കുക്ക്ഡ്, ഷീ ഹാഡ് കുക്ക്ഡ്, ഷീ വാസ് കുക്കിംഗ്, ഷീ ഹാസ് കുക്ക്ഡ്. അതിൽ തന്നെ ആ ഒരു സെൻറ്റൻസ് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 130. ദ ട്രെയിൻ വാസ് ഡിലേഡ് ഡാഷ് ഹെവി റെയിൻ. ഓപ്ഷൻസ് ബിക്കോസ് ഓഫ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഫോർ വാണ്ട് ഓഫ്, ഓൾദോ.
ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബിക്കോസ് ഓഫ് ദ ട്രെയിൻ വാസ് ഡിലേഡ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻ. ഇന്ന കാരണം കൊണ്ടാണ് ട്രെയിൻ ലേറ്റ് ആയതെന്നാണ് പറയുന്നത്. അപ്പോൾ ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ എന്നർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആവുന്നത് ബിക്കോസ് ഓഫ് ആണ്. 131. ദേ ഹാവ് ഓൾവേസ് ബീൻ കൈൻഡ് ടു അസ് ഡാഷ്. ഹാവിൻ ദേ, ഹാവ് ദേ, ഡു ദേ, ഡോണ്ട് ദേ. ക്വസ്റ്റ്യൻ ടാഗാണ് വരുന്നത്. ഏത് ടാഗാണ് വേണ്ടത്? ദേ ഹാവ് ഓൾവേസ് ബീൻ കൈൻഡ് ടു അസ്. ഇവിടെ ഇതിനകത്തൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗിൽ നെഗറ്റീവ് വരുത്തണം. ഉത്തരം വരുന്നത് എ, ഹാവിൻഡ് ദേ. ഹാവിൻ ദേ, അസ് ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ദേ ആണ്. 4 ഓപ്ഷനിൽ ദേ തന്നെയാണ്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഹാവിൻഡ് ദേ. ഹാവ് ദേ കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഈ ആദ്യ ഭാഗത്ത് പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ടാഗ് ഭാഗത്ത് ഒരു നെഗറ്റീവ് കൊടുക്കണം. ഹാവിൻഡ് ദേ. 132. വെൻ someone tells you something unbelievable, you might take it with a pinch of salt. This means believe it completely, believe it partially, accept it gratefully, refuse it outright. ഒരു ഇഡിയം പോലത്തെ ഒരു സാധനമാണ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട്. ഉത്തരം വരുന്നത് ബിലീവ് ഇറ്റ് പാർഷ്യലി. മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുകയല്ല, ചെറിയൊരു സംശയം വയ്ക്കും അല്ലേ. ബിലീവ് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് വെച്ചാൽ ഒരു സംശയത്തോടു കൂടി ഒരു ഒത്തിരി പാർഷ്യലി നമ്മളത് ബിലീവ് ചെയ്യും എന്നുള്ള മീനിങ് ആണ്. 133. എവരി വൺ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അവെയർ ഓഫ് ദ മീറ്റിംഗ്. അടുത്തൊരു ടാഗ് ക്വസ്റ്റ്യൻ ടാഗാണ്. ഈസ് ഇൻ ദേ, ഈസ് ഇൻ ഹി, ഡോൺ ദേ, ആർ ഇൻ ദേ. ഇവിടെ എന്തായാലും ഹി എന്നുള്ളൊരു അത് വരില്ല. ഈസ് ഇൻ ഹി എന്തായാലും വരില്ല അല്ലേ, കാരണം എവ്രി വൺ എന്നാണ്. അപ്പോൾ ദേ അല്ലേ വരേണ്ടത്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർ ഇൻ ദേ ആണ്. കാരണം ഇവിടെ ദേ ആണ് വരേണ്ടത്. അപ്പോൾ ദേ വരുമ്പോൾ നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല, ആറാണ് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ ടാഗ് ഈ ഭാഗത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗിൽ നെഗറ്റീവ് കൊടുക്കണം. സോ ഉത്തരം വരുന്നത് ആർ ഇൻ ദേ. 134. ദിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഹാർഡ് ടു റീഡ്. ഐ കാൺ ഡാഷ് വാട്ട്സ് റിട്ടൺ. ഓപ്ഷൻസ് മേക്ക് ഔട്ട്, ഗീവ് എവേ, ബ്രേക്ക് ഡൗൺ, കം അപ്പ്. റീഡ് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു വാക്ക് ഉപയോഗിക്കണം ഇവിടെ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മേക്ക് ഔട്ട്. ദിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഹാർഡ് ടു റീഡ്. ഐ കാൺ മേക്ക് ഔട്ട് വാട്ട്സ് റിട്ടൺ. അടുത്ത ചോദ്യം 135. ക്യാൻ ഐ യൂസ് യുവർ ഫോൺ ഫോർ എ മിനിറ്റ്? ദിസ് സെൻറ്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓർഡർ, റിക്വസ്റ്റ്, സജഷൻ, ഡയറക്ഷൻ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി തന്നെയാണ്, റിക്വസ്റ്റ് ആണ്. പൊളൈറ്റായിട്ടല്ലേ ചോദിക്കുന്നത്, അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്. 136. യു മസ്റ്റ് റിമൂവ് യുവർ ഷൂസ് ബിഫോർ എൻറ്ററിങ് ദ പ്രെയർ ഹാൾ. ദിസ് ക്യാൻ ആൾസോ ബി സെഡ് ആസ് യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്സ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കെപ്റ്റ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്പ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. ഗ്രാമാറ്റിക്കലി കറക്റ്റായി വരുന്നത് ഓപ്ഷൻ സി ആണ്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. കീപ്പിംഗ് എന്നാണ് അപ്പോൾ പറയേണ്ടത്. 137. ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക് ഡാഷ്. ഓപ്ഷൻസ് വിൽ വി, ഷാൾ വി, ഡു വി, ക്യാൻ വി. ഈ ലെറ്റസ് എന്ന് വരുമ്പോൾ എപ്പോഴും ടാഗിൻ്റെ ഭാഗത്ത് ഷാൾ വി ആയിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഷാൾ വി. ലെറ്റസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് ഷാൾ വി കൊടുക്കാം. 138. ഇഫ് ഹി ഹാഡ് ടേക്കൺ ദ റൈറ്റ് മെഡിസിൻ ഓൺ ടൈം ഡാഷ്. ഹി വുഡ് ഹാവ് റിക്കവേർഡ് സൂണർ. ഹി വുഡ് റിക്കവർ സൂണർ. ഹി വിൽ റിക്കവർ സൂണർ. ഹി റിക്കവേഴ്സ് സൂണർ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, ഹാഡ് ടേക്കൺ എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് വന്നത്. ഹാഡ് പ്ലസ് V3 വരുമ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3. ഹി വുഡ് ഹാവ് റിക്കവേർഡ് സൂണർ. നേരത്തെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. 139. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് ഡാഷ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ലോജിക്കലി, ലോജിക്, ലോജിക്കൽ, ലോജിക്നെസ്. ഉത്തരം വരുന്നത് ലോജിക്കലാണ്.
ഹിസ് എക്സ്പ്ലനേഷൻ വാസ് ലോജിക്കൽ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. 140. ദോ ഹി വാസ് ബോൺ ഇൻ ടു വെൽത്ത്, ഹി ചോസ് ടു ലീവ് മോഡസ്റ്റ്ലി. ദിസ് ഷോസ് ദാറ്റ് ഹി വാസ് ഓപ്ഷൻസ് സെൽഫിഷ്, ഹംബിൾ, എക്സ്ട്രാവാഗൻ, കെയർലെസ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക. ദോ ഹി വാസ് ബോൺ ഇൻ ടു വെൽത്ത്, അവൻ സമ്പന്നതയിലാണ് ജനിച്ചു വളർന്നത് എങ്കിൽ പോലും മോഡസ്റ്റ്ലി, മിതമായി ജീവിക്കാനാണ് അവൻ തിരഞ്ഞെടുത്തത്. അതായത് അവൻ്റെ ജീവിതം മിതമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അയാൾ എങ്ങനെയുള്ള ഒരാളായിരിക്കും? ഹംബിൾ ആയിട്ടുള്ള ആളാണ്. സെൽഫിഷ് ആണോ? അല്ല. എക്സ്ട്രാവാഗൻ്റ് ആണോ? അല്ല. കെയർലെസ് ആണോ? അല്ല. ഉത്തരം വരുന്നത് ഹംബിൾ. എക്സ്ട്രാവാഗൻ്റ് എന്ന് പറഞ്ഞാലും ധാരാളി, ഒരുപാട് ചിലവഴിക്കുന്ന എന്നുള്ള അർത്ഥം തന്നെയാണ്. 141 മുതൽ 145 വരെ ഈ ഒരു ഫ്രേസ് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ഉത്തരം എഴുതാനാണ്. ഫ്രേസ് ഞാൻ വായിക്കാം. എവറി മോർണിംഗ് അനയ ജോഗ്സ് ഇൻ ദ പാർക്സ് നിയർ ഹെർ ഹൗസ്. ദ ഫ്രഷ് എയർ, ദ ചിർപ്പിംഗ് ബേർഡ്സ് ആൻഡ് ദ ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഹെർ ഫീൽ റിഫ്രഷ്ഡ്. ഓൺ വീക്കെൻഡ്സ് ഷീ ടേക്സ് ഹെർ യങ്ങർ ബ്രദർ അലോങ്. He enjoys riding his bicycle around the park while Anaya completes her rounds. 141ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് അനയാസ് ബ്രദർ ഡു ഇൻ ദ പാർക്ക്? ജോഗ്സ് വിത്ത് ഹെർ, പ്ലേസ് ക്രിക്കറ്റ്, റൈഡ്സ് ബൈസിക്കിൾ, ടേക്സ് എ വാക്ക്. ഉത്തരം എന്താണ്? റൈഡ്സ് എ ബൈസിക്കിൾ. 142. ഹൂ ജോയിൻസ് അനയ ഓൺ വീക്കെൻഡ്സ്? ഹെർ മദർ, ഹെർ ഫ്രണ്ട്, ഹെർ കസിൻ, ഹെർ ബ്രദർ. ഉത്തരം വരുന്നത് അത് തന്നെയാണ്, ഹെർ ബ്രദർ. ഈസിയാണ്, ആ ഫ്രേസ് വായിച്ചാൽ നമുക്ക് കിട്ടും. ഹൗ ഓഫൺ ഡസ് അനയ ജോഗ് ഇൻ ദ പാർക്ക്? ഓപ്ഷൻസ് എവറി മോർണിംഗ്, ഓൺലി ഓൺ വീക്കെൻഡ്സ്, ആദ്യത്തെ ഓപ്ഷൻ എവറി ഈവനിങ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലി ഓൺ വീക്കെൻഡ്സ്. മൂന്നാമത്തെ എവറി മോർണിംഗ്. ഡി വൺസ് ഇൻ എ വീക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അനയ ജോഗ്സ് ഇൻ ദ പാർക്ക് നിയർ ഹൗസ്, എവറി മോർണിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം വരുന്നത് എവറി മോർണിംഗ്. 144. വാട്ട് ഹെൽപ്സ് അനയ ഫീൽ റിഫ്രഷ്ഡ്? മ്യൂസിക്, ജോഗിങ് വിത്ത് ഹെർ ബ്രദർ, ഫ്രഷ് എയർ ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, മോർണിംഗ് ന്യൂസ്. ഫ്രഷ് എയർ ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണല്ലേ. 145. വാട്ട് ഡസ് അനയ ഡു എവറി മോർണിംഗ്? റൈഡ്സ് ബൈസിക്കിൾ, ജോഗ്സ് ഇൻ ദ പാർക്ക്, വാട്ടേഴ്സ് ദ പ്ലാന്റ്സ്, ഫീഡ് ദ ബേർഡ്സ്. എന്താണ്? ജോഗ്സ് ഇൻ ദ പാർക്ക്. അടുത്തത് ചൂസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. 146. ദ റിപ്പോർട്ട് വാസ് പ്രസൻറ്റഡ് ഇൻ എ ഡാഷ് വേ. ക്ലിയർലി, ക്ലാരിറ്റി, ക്ലിയർ, ക്ലിയർഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ക്ലിയർ. ദ റിപ്പോർട്ട് വാസ് പ്രസൻറ്റഡ് ഇൻ എ ക്ലിയർ വേ. 147. ആഫ്റ്റർ എ ടയറിംഗ് ഡേ ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഡാഷ് ആൻഡ് റിലാക്സ്. ലൈ ഡൗൺ, ലേ ഡൗൺ, ലെയ്ഡ് ഡൗൺ, ലൈഡ് ഡൗൺ. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ലൈ ഡൗൺ. ലൈ ഡൗൺ ആണ് കിടക്കുക. ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും താഴെ വെക്കുക എന്നുള്ള അർത്ഥമാണ്. LAY. സോ ഉത്തരം വരുന്നത് ലൈ ഡൗൺ. 148. ഹി ഡാഷ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എവറി വീക്ക്. ഓപ്ഷൻസ് റൈറ്റ്, റോട്ട്, റൈറ്റ്സ്, റൈറ്റിംഗ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, റൈറ്റ്സ്. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എവറി വീക്ക്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അവിടെ പ്രസൻറ്റ് ടെൻസിൽ വന്നത്. 149. ദ ഹോട്ടൽ സ്റ്റാഫ് വെർ പൊളൈറ്റ് ആൻഡ് ഗേവ് ഡാഷ് സർവീസ്. എക്സെപ്ഷണൽ, എക്സെപ്റ്റഡ്, എക്സെപ്ഷൻ, എക്സെപ്റ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ദ ഹോട്ടൽ സ്റ്റാഫ് വെർ പൊളൈറ്റ് ആൻഡ് ഗേവ് എക്സെപ്ഷണൽ സർവീസ്. വളരെ നല്ല ആ ഒരു അർത്ഥത്തിൽ വരുന്ന എക്സെപ്ഷണൽ സർവീസ്. 150. ദ സയൻറ്റിസ്റ്റ് ന്യൂ തിയറി റിസീവ്ഡ് ഗ്രേറ്റ് ഡാഷ് ഇൻ ദ അക്കാഡമിക് വേൾഡ്. സസ്പിഷൻ, അപ്രിസിയേഷൻ, ഇഗ്നോറൻസ്, അപ്രിഷിയേറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, അപ്രിസിയേഷൻ. ദ സയൻറ്റിസ്റ്റ് ന്യൂ തിയറി റിസീവ്ഡ് ഗ്രേറ്റ് അപ്രിസിയേഷൻ ഇൻ ദ അക്കാഡമിക് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കാണാത്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷിലൊക്കെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.